സൈതലുക്ക നമ്മുടെ ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞല്ലോ, പ്രവാസ ജീവിതമായിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇപ്പൊ മസ്കറ്റ് കസബ്, അതായത് ഒമാൻ, സുൽത്താൻ ഓഫ് ഒമാനിലെ കസബ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നിങ്ങളിപ്പോ എത്തിയിട്ടുള്ളത്. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഏത് സമയത്തായിരുന്നു പ്രവാസ ജീവിതം എന്ന് പറഞ്ഞല്ലോ? എത്രാമത്തെ വയസ്സിലാണ്, ഏത് വർഷത്തിലാണ്? 1983 ഓഗസ്റ്റ് 16-ം തീയതി. 1983 ഓഗസ്റ്റ് 16-ം തീയതിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. 17-18 ബോംബെയിലെത്തി. ബോംബെയിൽ നിന്ന് 21-ാം തീയതിയാണ് ഞാൻ ദുബൈയിൽ ഇറങ്ങുന്നത്. ദുബൈയിലെ സത്വ പറഞ്ഞ സ്ഥലത്ത്. അത് 83. അവിടെ ഈ സത്വയിൽ നിന്ന് ജുമേരൊക്കെ പോണ റോഡുണ്ട്. ഇംഗ്ലീഷുകാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് ജുമേറുണ്ട്. ആ ലൈനില് ഒരു ജബീൽ മസ്ജിദ് ഒരു പച്ച മുനാറുള്ളൊരു പള്ളിയുണ്ട്. സത്വയില് ജുമേറക്ക് പോണ റോഡില്. ആ റോഡില് അതിന്റെ ആ പള്ളിന്റെ മുൻഭാഗത്ത് 2 ഷട്ടറുള്ള റൂമാണ്. ഒന്ന് ഞങ്ങളുടെ ടൈലർ കട, ഒന്ന് പിന്നെ ഇറാനിന്റെ ഒരു ബഗാല. ഞങ്ങളുടെ ടൈലർ കടന്റെ പേര് മദീഹ എന്നാണ്. മദീഹ എന്ന് പറഞ്ഞ ഒരു അറബിന്റെ പേരാ. അങ്ങനെ അവിടെ 11 മാസം അവിടെ ജോലി ചെയ്തു. ഈ 11 മാസം ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 2 പെരുന്നാളും ഒരു മദ്രസ വർക്കുള്ളൂ, ഈ പണിയുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളൊക്കെ കഷ്ടപ്പാടാണ്. റൂമിന് പൈസ കൊടുക്കാണ്ടാവില്ല, മെസ്സിന് പൈസ കൊടുക്കാണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് ഇന്ത്യന്റെ 1000 രൂപ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ UAE 485 ദിർഹംസ് ആണ്. 485 ദിർഹംസ് കൊടുത്താൽ നമ്മുടെ ഇന്ത്യന്റെ 1000 രൂപ കിട്ടും. അതങ്ങനെ 11 മാസം നീണ്ടുപോയി. ആ 11 മാസം എനിക്ക് കിട്ടിയിരുന്നത് 300 ദിർഹംസ്, 400 ദിർഹംസ് ഒക്കെയാണ് പണി ചെയ്തത്. കാരണം 100 രൂപയ്ക്ക് പണി ചെയ്തത് ഞങ്ങൾക്ക് 40%. 140 രൂപ. ആ 40 രൂപ കിട്ടിയാല് വീട്ടിലേക്ക് അയക്ക്, അതാ റൂമിന്റെ ബസ്സിന് കൊടുക്കേ, എന്തായാലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനൊരു 86 പോലെ. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ 83 നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? 19 വയസ്സ്. 19 വയസ്സ്. എനിക്ക് 60 വയസ്സായി. 60 വയസ്സായി. അങ്ങനെ അവിടുന്ന് ദുബൈയില് 86 വരെ ഒന്ന് അവിടുന്ന് പോയി. വലിയ പ്രതിഫലം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം കിട്ടുന്നത് തന്നെ ഒരാള് കൈ കിട്ടിയിട്ട് വീട്ടില് 5-6 ആൾക്കാർ ചെലവ് ചെയ്യാനൊക്കെ ഉണ്ട്. ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ വെച്ച് പെങ്ങന്മാരൊക്കെ കെട്ടി അങ്ങനെയുള്ള ചുറ്റുപാടും വളരെയധികം യാതനയോടെ കഴിഞ്ഞ സമയമാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് പ്രതിഫലം ഒന്നും വല്ലാതെ നേടാതെ ഞാൻ 86-ലാണ് കല്യാണം കഴിക്കുന്നത്. 86 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിന്റെ അന്ന് ഡേറ്റുകളൊക്കെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞ ശേഷം കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കുട്ടി ജനിച്ചു, പെൺകുട്ടിയാണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ ഗൾഫിൽ 83 വന്നിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നത് എന്താണ്? ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട്. ഈ 83 വന്നിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് ശമ്പളവും കാര്യമൊന്നും ഇല്ല. അപ്പൊ കട പൂട്ടുകയാണ്. അറബി എന്നോട് പറഞ്ഞു ടിക്കറ്റ് എടുത്തിട്ട് വരും, നിങ്ങളെ ക്യാൻസൽ ആക്കി തരാം. അപ്പൊ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് ഒന്നുമില്ല കയ്യില്. അങ്ങനെ അവിടുന്ന് എന്റെ ഒരു കൂട്ടുകാരുടെ ഒരു കുടുംബക്കാരുണ്ട്. അപ്പൊ ഷെയ്ഖ് റാഷിദിന്റെ വീട്ടിൽ ജോലി ചെയ്യും, ഡ്രൈവറാ. ഷെയ്ഖ് റാഷിദിന്റെ ജാബിയില്, അവർക്ക് ജാബിൽ എന്ന് പറയാം. അങ്ങനെ അത്ത എന്നുള്ള സ്ഥലാ, ഒമാന്റെ ബോർഡറിനോട് അടുത്ത്. അത്ത റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോയത് ഒമാന്റെ ബോർഡറാ. അങ്ങനെ അവിടെ ഒരു ടൈലർ കടയില് പണിക്കൊണ്ടാക്കി. അപ്പൊ ഇതിന് ഈ 2 കൊല്ലമായപ്പോ വിസ ഒക്കെ കഴിഞ്ഞ്, 1 കൊല്ലമായപ്പോ 11 മാസം നിന്നുള്ളൂ, കട നിലനിന്നുള്ളൂ. 1 കൊല്ലമായപ്പോ ഞാൻ തീർന്നു, വിസ പത്തൊക്കെ തീർന്നു. പിന്നെ അങ്ങനെ ഞാൻ വേറെ വിസ എടുത്തിട്ട് ഇവിടെ നാട്ടിക്ക് പോവാണ്, വേറൊരു അറബിന്റെ വിസ ആക്കിയിട്ട്. അപ്പോ അവിടെ നിന്നൊരു 5-6 ദിവസം ജയിലിൽ കിടന്നിട്ടാ പോയത്. ഈ അറബി പാസ്പോർട്ട് കൊണ്ടേക്കാൾ ജവാസാത്ത് ദാഖലാക്കിക്കണം, എന്റെ അടുത്ത് ചാടി പോയി പറഞ്ഞിട്ട്. അങ്ങനെ വിസ എടുത്തിട്ട് ജയിലിൽ കിടന്നിട്ട് പോയി. നാട്ടിലെത്തിയപ്പോഴൊന്നും 10 പൈസ ഇല്ല. ആകെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. കല്യാണം കഴിഞ്ഞ സമയം. നിങ്ങള് ഈ 83 വരുമ്പോ തന്നെ കല്യാണം കഴിച്ചിരുന്നു? ഇല്ലല്ല, 86-ല്. 86 രണ്ടാമത് നിങ്ങൾ ദുബൈക്ക് വന്നു. ദുബൈയിൽ ഞാൻ വന്നിട്ട് ഈ ഷാർജന്റെ ഒരു സ്ഥലമുണ്ട്, കേട്ടെന്ന് അറിയില്ല, വാദി ഹലു. കേട്ടിട്ടുണ്ടാ? നമ്മള് ഫുജറയൊക്കെ പോകുമ്പോ ഒരു തുരങ്കമൊക്കെ കടന്നിട്ട് പോണം. അവിടെയാണ് ടൈലർ കട. 2ാമത് ദിവസമൊക്കെ വന്നിട്ടാ. അങ്ങനെ പിന്നെ ആ 2ാമത് ദിവസമൊക്കെ ഞാൻ വന്ന്
മുംബൈയില് ഈ സാദന്റെ സ്ഥലം വാദിയാലിൽ നിന്ന് ഇറങ്ങി അന്ന് അവിടെ ഭയങ്കര മഴ പെയ്തിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ അമീദ് ജബലലിക്ക് ഈത്തപ്പന കൊണ്ടുപോവാണ്. ഈ വാദിയാലൂർ സ്ഥലത്ത് നിന്ന് ഈത്തപ്പന തൈ കൊണ്ടുപോയി ജബലലിക്ക് വലിയ പിക്കപ്പില്. അങ്ങനെ ഈ വാതി മുറിച്ച് കിടക്കുമ്പോ പെട്ടെന്ന് വെള്ളം വന്ന് ഈ അമീദ് ഒലിച്ചുപോയി. അമീദ് ചങ്ങരകുളത്തേരനാണ്. എത്ര വർഷം? 86. അങ്ങനെ അവ ഒലിച്ചുപോയി. തെരഞ്ഞിട്ടൊന്നും കണ്ടില്ല, വെള്ളം പറ്റിയ. പിന്നെ ഒരു തൊട്ടടുത്ത് ഈ വാതിന്റെ തൊട്ടടുത്ത് ഈത്തപ്പന തോട്ടമുണ്ട്. ആ ഈത്തപ്പന തോട്ടത്തില് ഇങ്ങനെ കൈ കുത്തിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, മരിച്ച്. ലേസ് കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ തന്നെ മറവ് ചെയ്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ ഞാന് സൗദിയില് വന്നു. എത്ര വർഷം? ഏത് വർഷത്തില്? അത് 2022 ഏപ്രിൽ മാസത്തിലാണ്. ആ ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് എന്റെ മോള് ജനിക്കുന്നത്, വലിയ മോള്. അപ്പൊ സൗദിയിലാട്ടാ. അങ്ങനെ സൗദിയിൽ 2 കൊല്ലം നിന്നാണ്ട് പിന്നെ ഞാൻ പോയി, നാട്ടിക്ക് പോയി. നാട്ടിക്ക് പോയിട്ടാണ് പിന്നെ ഇതേമാതിരി നാട്ടിൽ കുറെ ടെലിഫോണൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ പോണത് ഖത്തർക്കാണ്. ഖത്തറിലൊരു അറബി വീട്ടില് അറബി ഡ്രസ്സ് അടിക്കുന്ന പണിയാണ്. ഒരു കറുപ്പന്മാരാണ് അവര്, ഒരു സ്ത്രീ, ഭർത്താവില്ല. അവര് ഓൺലൈനിൽ ഓർഡർ എടുക്കും, പിന്നെ ഞങ്ങൾക്ക് അളവും തുണിയും തരും, ഞങ്ങൾ കട്ട് ചെയ്ത് തയ്ക്കും. സൗദിയില്? ഖത്തറില്. അങ്ങനെ അവിടെയും പണി കുറഞ്ഞു, ശമ്പളം കിട്ടൂല, ഭക്ഷണം കിട്ടൂല, കുറച്ച് അരിയും പച്ചരിയും ഒരു ക്യാൻ ഓയിലാണ് ആകെ തരിക, വേറെ ഒന്ന് ബാക്കിയൊക്കെ വാങ്ങണം. അതിനെ അവരോട് ചോദിച്ച് ബുദ്ധിമുട്ടിയാൽ തരുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് ഞാൻ പോന്നു, ഖത്തറിൽ ഞാൻ പോന്നു. ഖത്തർ പോകുന്നത് പിന്നെ നാട്ടിൽ തന്നെ ഇവിടെ നിന്നു. ഖത്തർക്ക് തന്നെ പോയി 2ാം പ്രാവശ്യം. അങ്ങനെ അവിടെ കുറച്ച് ജോലി ചെയ്ത് പിന്നെ എനിക്ക് സുഖമില്ലാതെ നാട്ടിൽ തന്നെ പോകുന്നു. പിന്നെ മരുന്നും കാര്യമൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറച്ച് സുഖമായപ്പോഴാണ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഞാന് ബഹ്റൈനിൽ പോയത്. ബഹ്റൈനിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ സൗദിയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? സൗദിയിൽ ഒരു 4 വർഷം. 4 വർഷം. സൗദിയില് എവിടെയായിരുന്നു? സൗദിയിൽ ഞാന് മറ്റേ എന്താണ് ജിദ്ദ അയ്യസ്സലാമ അവിടെയായിരുന്നു. സർവന്റെ ഉംറ ചെയ്തിട്ടുണ്ടോ? 3 ഉംറ ചെയ്തു. ഒന്ന് എനിക്കും ചെയ്തു, ഒന്ന് എന്റെ ഉപ്പാക്കും, ഒന്ന് എന്റെ ഉമ്മാക്കും. 3 ഉംറ ചെയ്തു. മദീനത്ത് പോയിട്ടുണ്ട്. അള്ളാഹ് ഷരീഫിൽ ഞാൻ പോയി, ആ ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉംറ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ സലാലിയില് പോയി, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ കുളം കണ്ടു, പിന്നെ പള്ളി കണ്ടു, എല്ലാം പ്രായത്തായി. ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ഞാൻ പോയി, ഇമ്രാൻ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ഞാൻ പോയി, ചേർമാൻ പെരുമാളുടെ അവിടെ പോയി, അദ്ദാവത്തങ്ങൾ കണ്ട് പേരക്കുട്ടികള് അവിടെ പോയി. അങ്ങനെ ഒരുപാട് സഹാബങ്ങളും ഒക്കെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. ഇപ്പോഴാണ് എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടായത്. ആ കാര്യത്തിലൊക്കെ ഞാൻ ഭാഗ്യവാനാണ്. കൂടി 3 പെൺകുട്ടികള് കല്യാണം കഴിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ് ഖൈറ അവരെ പഠിപ്പിച്ചു, കല്യാണം കഴിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. നമ്മള് ചെയ്യുന്നതൊക്കെ നമ്മള് എന്താ വെച്ചാൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് സഹായിക്കേണ്ട പോലെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്ന സ്ഥലത്ത് എനിക്ക് തടസ്സങ്ങളില്ല. ഒരു കൽബ് ക്ലിയർ ഉള്ള ആൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല. കുറച്ച് ഇരിക്കങ്ങൾ ഉണ്ടെങ്കിലും അത് പിന്നീട് ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഇവിടെ വന്നിട്ട് തവക്കലല്ലാന്ന് പറഞ്ഞു വന്നത്. അവിടെ വന്ന് ഞാന് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പറയണ്ട, അതൊരു ഇതായിട്ടുള്ളത്. കാരണം ഇത് നിൽക്കാൻ വേണ്ടി പറഞ്ഞതും വേണ്ട. അപ്പൊ അത് അന്നിപ്പോ തന്നെ മുമ്പില് പിന്നെ കാണാനും ഇത് ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ദുനിയാവിലെ യാത്രക്കാരാ. നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുക, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, തീർച്ചയായിട്ടും ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനിയിപ്പം എത്ര നമുക്ക് സമയം, ഇപ്പൊ 60 വയസ്സായി, ഇനിയിപ്പോ എത്ര സമയം കിട്ടും? ഉള്ള സമയം മരിക്കുമ്പോ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുള്ളൂ. ആർക്കും കടബാധ്യത ഉണ്ടാവരുത് എന്നൊരു ആഗ്രഹിക്കുള്ളൂ. പിന്നെ ഇത് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഖത്തറില് പോയിരുന്നല്ലേ? ബഹ്റൈനിൽ ഞാൻ പോയപ്പെട്ട് ആലിയ എന്ന സ്ഥലത്ത് ഞാൻ വിസിറ്റിങ്ങിന് പോയത്. അവിടെ ഈ പോണ സ്ഥലത്തൊക്കെ നിൽക്കുന്നു, ആരും ഇല്ല അവിടെ. ഈ ബഹ്റൈനിൽ ഞാൻ വിസിറ്റ് വിസ എടുത്ത് പോകുമ്പോ ഒരു മനുഷ്യനും ഇല്ല സഹായിക്കാൻ, റൂമും കാര്യമൊന്നുമില്ല. അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് റൂമൊക്കെ കിട്ടി, അവിടെ താമസിക്കാനൊക്കെ. അങ്ങനെ ചെന്ന് 3 ദിവസം ഞാൻ ലോണ്ടറി പണി എടുത്തു. ചെലവ് ചെയ്യണ്ടേ, ഇസ്തിരി തേക്കണത്. കണ്ണൂരുള്ള സലീം പറഞ്ഞ ഒരാളെടുത്ത
3 ദിവസം ജോലി ചെയ്തു. അപ്പൊ ഇതിന് എന്നോട് ആളുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാ ഈ പണിയെടുത്തോണ്ട് കാര്യം ഞങ്ങൾക്ക് ടൈലർ പണി നടത്തണല്ലേ. അങ്ങനെ ഞാൻ അവിടെ ലുലു മാളുണ്ട്, ലുലു മാൾക്ക് അവിടെ ഈ കന്തൂർ അടിക്കുന്ന പണി ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ പോവാണ്. പോയിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നു. കാരണം അവിടെ പിന്നെ കന്തൂർ അടിക്കുന്ന പണി അവിടുന്ന് മനാമ എന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. മനാമ അവിടെ ഞാൻ തിരിച്ചിറങ്ങിയപ്പോ ആ ബിൽഡിങ്ങിൽ താഴെ ബംഗാളി ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഭായി ക്യാ കർ രേ ഇധർ, ക്യാ കാം കർ രേ? പറഞ്ഞു ഞാൻ ടൈലർ പണിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ടൈലറാണ്, ചാൻസ് ഉണ്ട് ഈ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ചാൻസ് 2 ചാൻസ് ഉണ്ട് കയറും. അപ്പൊ തന്നെ വേറൊരു ബംഗാളിക്ക് വിളിച്ചു. ബംഗാളിക്ക് വിളിച്ചിട്ട് എന്നോട് ഒരു കട മുമ്പിൽ അവിടെ പോയിക്കാൻ പറഞ്ഞു. അവിടെ പോയി നിന്നു. ബംഗാളി അവിടെ നിന്ന് വന്നു. എന്നോട് നാളെ രാവിലെ അർബാവ് വരും, അപ്പൊ അതിനെ കൂട്ടിയിട്ട് പോകും, എന്നിട്ട് സംസാരിക്കാറും. ഓക്കെ ആയിരുന്നു. ഞാൻ രാവിലെ അവിടെ പോയി നിന്നു. അറബിന്റെ യൂസുഫ് എന്ന പേരാ. അയാള് ബഹ്റൈൻ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് അയാള്. അങ്ങനെ അയാള് പോയി അവര് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞതിനോട് ഭാഷ അറിയാം, പണി അറിയാം പറഞ്ഞു. അങ്ങനെ ശമ്പളത്തിന്റെ കാര്യം ഞാൻ 200 പറഞ്ഞത്. അപ്പൊ 150 ശമ്പളം പിന്നെ കൂട്ടി തരാം. അപ്പൊ എന്തായി, ഈ യൂസുഫ് പറഞ്ഞ ഈ അറബിന്റെ മകളാണ് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. വിസ അടിക്കലും കാര്യവും എല്ലാ ശമ്പളം തരണമൊക്കെ അവളാ. അപ്പൊ അവള് പറഞ്ഞു പിന്നെ അപ്പൊ പണി ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ പണി വരുന്നുണ്ട്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു ഒരാളും കൂടി വെക്ക്, എനിക്ക് എല്ലാ പണിയും കൂടി കഴിയില്ല, കട്ട് ചെയ്യണം, ഓർഡർ എടുക്കണം, എല്ലാം കൂടി നടക്കില്ല. അപ്പൊ അല്ല ബസ് അങ്ങനെ പോയി ഇവരെല്ലാം വിസ തയ്യാറായപ്പോ എന്ത് ചെയ്തു, അവനോട് പറഞ്ഞു എനിക്ക് ലീവ് തരുവാണ്, 1 മാസം വെച്ച് പോയിട്ട് പോരായിരുന്നു. എവിടെ വിസ കഴിയാൻ ആകെ ഒരാഴ്ച ഉള്ളൂ, 2 ആഴ്ച ഉള്ളൂ. പിന്നെ ഒരു 4 ദിവസം മുമ്പ്, ഡേറ്റ് എനിക്ക് എന്റെ ഓർമ്മയില്ല. പിന്നെ ടിക്കറ്റ് എടുത്ത് കൊടുന്നു. ഞാൻ പോകുന്നു. നാട്ടിക്ക് വന്നിട്ട് ഞാനിപ്പോ എന്താ ചെയ്യാ, എനിക്ക് ചെലവ് കഴിയണ്ടേ, എനിക്ക് ആൺകുട്ടികളൊന്നുമല്ലോ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇതുകൊണ്ട് കാണില്ല. കാരണം നിങ്ങളെപ്പോ 100 രൂപ ഞാൻ വാങ്ങിയാലേ അത് തിരിച്ചു തരണമെങ്കിൽ എനിക്ക് കാണണ്ടേ, ഒരു വഴി കാണണം. തീർച്ചയായിട്ടും തിരിച്ചു തന്നിട്ട് എന്താ പറയും, ഞാൻ വാങ്ങിയാൽ കൊടുക്കാത്ത ആളാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ കുറച്ച് പപ്പടം എടുത്തു, ഒരു 10 കിലോ പപ്പടം എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ, ഈ സാധനങ്ങളായിട്ട് ഞാൻ ഗൂഡല്ലൂർ പോയി. ഗൂഡല്ലൂർ കയറി. അങ്ങനെ ആൾക്കാർക്ക് അവിടെ നിന്നൊക്കെ പരിചയമായി കഴിഞ്ഞ് എന്ത് ചെയ്തു, അവരോട് ആൾ പറഞ്ഞു ഊട്ടിയിൽ നിങ്ങൾ വില കിട്ടും വെളിച്ചെണ്ണൊക്കെ. അപ്പൊ ഞാൻ അവിടെ സാധനത്ത് ഊട്ടിക്ക് പോയി. അപ്പൊ ഊട്ടി, കുന്നൂര് ആ ഭാഗത്തൊക്കെ എനിക്ക് ഒരുപാട് കസ്റ്റമറും ആൾക്കാരും ഉണ്ട്. അങ്ങനെ ബിസിനസ്സാണ് ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നാട്ടില് ഇപ്പൊ നിലവില് നിങ്ങള് ഈ വെളിച്ചെണ്ണ പരിപാടി, ആലുവ വെളിച്ചെണ്ണ ഈ സാധനങ്ങളൊക്കെ അവര് വിളിച്ചു പറയും. നിങ്ങൾ എന്തില് കൊണ്ടുപോകുന്ന? ഞാൻ ബസ്സിൽ കൊണ്ടുപോയിട്ട് പുറത്തു കൊണ്ടുപോകും. തലയിൽ വെച്ചിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകും. കുറച്ച് ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകും, അവിടെ വെക്കും. പിന്നെ ക്ഷീണം മാറുമ്പോ പിന്നെയും കൊണ്ടുപോകും. അങ്ങനെ ആയിട്ട് അങ്ങനെ എനിക്ക് 2 കൈയും വേദനയായി കൊണ്ടിരുന്നു. എന്നോട് ചില ആൾക്കാരൊക്കെ പറയും എങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിക്കണ്, ചെറുപ്പക്കാരായ ആൾക്കാർ പറയും എങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിക്കണ്, ഞങ്ങൾക്ക് സാധിക്കാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞ അള്ളാന്റെ കഴിവാണ്, എന്റെ കഴിവല്ല. എല്ലാം അവിടുന്നാണല്ലോ, നന്മയും തിന്മയും എല്ലാ കാര്യങ്ങളും അവിടുന്നാണ്. റിസ്ക് തരുന്ന ആളാണല്ലോ അല്ലേ? ഇപ്പൊ നിങ്ങളിവിടെ ഈ കസബിലേക്ക് തന്നെ വരുന്നത് ആരെങ്കിലും നിങ്ങളുടെ പരിചയക്കാരുണ്ടോ? ഇല്ല, ഒരാളില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല അവിടെ. അതെ, ഇതൊക്കെ റബ്ബിന്റെ ഒരു ഇതാണ്. ഞാൻ അങ്ങനെ വിശ്വസിച്ചു, റബ്ബാണ് വലിയവൻ, അവനാണ് എല്ലാം തീരുമാനിക്കേണ്ട ആള്. ഇപ്പൊ ഒമാനി മഗ്‌രിബിന്റെ ശേഷം ഒമാനി അറബി കൊടുത്തിട്ട് എനിക്ക് ഭക്ഷണം കൊടുത്തു 100 കല്ലും കൂടി, കോഴിയെല്ലാം കൂടി. അത് ഞാൻ ഹോട്ടലിൽ കൊടുത്തു. ഹോട്ടലിലെ ആ കുട്ടിയോട് പറഞ്ഞു ഇത് നീ കഴിച്ചോ, എനിക്ക് ചപ്പാത്തി മതി, കാരണം ഷുഗർ ഉള്ളതാണ്. അപ്പൊ ആ കുട്ടിയോട് ചപ്പാത്തിയും തന്നു, കുറച്ച് കറിയും തന്നു, ചോറ് അവനക്കും കൊടുത്തു. അങ്ങനെയൊക്കെയാണ് കഥകൾ എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മൾ സഹിക്കണം. എന്നാലേ ജീവിതം, നമ്മൾ ഒന്നും സഹിച്ചിട്ടില്ലല്ലോ, നമ്മ ഒന്നും സഹിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് കഷ്ടപ്പെട്ട കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരു ഭാഗത്ത് കൂടെ നമ്മൾ പോയിട്ടില്ല. മുഹമ്മദ് ഹംസ അരീവമൂന്നിൽ ഒഴിശീവരുവന നീ കൊല ചെയ്താൽ വിലയേറിയിടും സമ്മാനങ്ങൾ പലതും നൽകാമോചിതനാക്കാം. എന്താണ് ഹംസത്തുൽ പിന്നെ നെഞ്ചു കീറിയിട്ട് കരളെടുത്ത് ചവച്ചു കൊത്തി തുപ്പിയത്. അങ്ങനെ ചരിത്രങ്ങൾ കുറെയൊക്കെ അറിയാം. ആര് പാടിയത്? ആയിഷ ബീഗം. ഞാൻ മാപ്പിളപ്പാട്ട് ആയിഷ ബീഗത്തിന്റെ പാട്ടാണ് ഏറ്റവും ആയിഷ ബീഗത്തിന്റെ ഒരുപാട് പാട്ട്, നല്ല പാട്ടുണ്ട്. ഇപ്പൊ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടി നമ്മളെ ആലപ്പുഴ, പിന്നെ ഇവളെന്താണ് പേര്, അസീന ബീഗം.
അഹദിയത്തിൻ അമരമന്ത്രം അന്നറേബ്യയിൽ അലയടിച്ചു. ആദരപ്പൂ മുത്തുനബിയുടെ അരുളിൻ പൊരുളുകൾ ഇരുളയച്ചു. അന്ന് മുസ്തഫ ഒത്തുചേർന്ന് അറബികുലവും മടിമടിച്ചു. അറബി നാടും നടന്നുകാറി അഹമ്മദന്ന് ജയിച്ചു കയറി. ആദ്യമായി അബൂബക്കർ സിദ്ദീഖും വന്നേ, ആരംഭ നബി സൗജ അധികാരുന്നേ. ആ പാട്ടിന് മുഴുവൻ മറന്നുപോയി. ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. നല്ല പണ്ടത്തെ പാട്ട് ആശാബിക്കും പാടി. ഉമർ റസൂലിനെ തലയെടുക്കാൻ വേണ്ടിട്ട് ദിവസം നടന്ന് വാളായിട്ട് അടയ്ക്കുന്നു. ഇരുലോക ഗുരുവായ മുസമ്മിലരായ റസൂലിനെ ഒരു നാളിൽ വാദിക്കുവാൻ ഒരുങ്ങിയിടുന്നേ ഉമർ, ഒരുങ്ങിയിടുന്നേ. അരവാളും എടുത്തുമർ ധീരത കൈവടിയാതെ കുലമ്പി. സരമിൽ ഞാൻ മുഹമ്മദിൻ ശിരസ് കൊയ്യും, ഇന്ന് ശിരസ് കൊയ്യും. മുത്തുനബിയിനെ തേടി അലഞ്ഞ് നിർത്തടമാകെ നിരാശ നിറഞ്ഞ് അത്തരുടത്തിൽ ക്ഷീണമണിഞ്ഞ് വഴിവക്കിൽ താണൽമാര ചോട്ടിൽ ഉമർ നിൽക്കുന്നേരം വഴിപോക്കൻ പറഞ്ഞൊരു കഥയറിഞ്ഞേ. റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാടേറ്റ് കാത്തു നിൽക്കാണ്. അറിഞ്ഞൊരു മാത്രം വഴിപോക്കൻ പറഞ്ഞൊരു കഥയറിഞ്ഞേ. അരിമപ്പൂ സോദരി ഫാത്തിമ ബീവിയും തൻ പ്രിയകാന്തനും ഒന്നായി പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ ഭൂവിയതറിഞ്ഞേ. അറിഞ്ഞൊരു മാത്രയിൽ ഉമർ വിറച്ചു, അറിയണം ഇക്കഥ എന്നു മുറച്ചു. കുറഞ്ഞൊരു മാത്രയിൽ വീണ്ടും അടുത്തോരാ സാമായത്തിൽ പീഡതിനുള്ളിൽ നിന്നും രോഷ അടങ്ങിയ സോരത്തിലും ഒതുങ്ങൊരാശ. അത് കേട്ട് ഊമാറപ്പോൾ ചാട്ടുളി പോലെ വീടകം പൂവി. അത് കണ്ട സോദരി ഫാത്തിമ ഭയന്നിടുന്നേ. അത്ര കിട്ടും. അതിന് കുറച്ച് ബാക്കിയുണ്ട്, ഞാൻ മറന്നുപോയി. ഇപ്പോഴും ഓർത്തെടുത്തിട്ട് പാടാൻ പറ്റുന്ന ഒരുപാട് പാട്ടുകൾ അങ്ങനെ റസൂലിനെ പറ്റിയുള്ള പാട്ടുകളാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഞാൻ കേൾക്കുന്നതാണ്. ആശാബിക്കത്തിന്റെ പാട്ടാണ് മാപ്പിള പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഈ ടോട്ടൽ നോക്കി ഇപ്പൊ 60 വയസ്സായി. 83 നമ്മളിപ്പോ 85, 86. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 65 60ലാണ്. 83 ആകുമ്പോ നമ്മൾ ജനിച്ചിട്ടേ ഇല്ല. ഇല്ല, അതാ പറഞ്ഞു. ഇപ്പോഴും എനിക്ക് എന്തും ചെയ്യാനൊരു പക്വത ഉണ്ട്. അതിൽ അള്ളാന്റെ ഒരു കഴിവാണ്, എന്റെ കഴിവല്ല. അള്ളാഹ് എനിക്ക് തരുന്ന കഴിവാണ്. നമ്മളെപ്പോഴും അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. അതായത് അള്ളാനെ തവക്കൽ ചെയ്തിട്ട് ഇങ്ങനെ വിടാൻ. ഇപ്പൊ ഞാൻ വന്നപ്പോഴും അള്ളാനെ തവക്കലേക്ക് പോന്ന. അള്ളാനെ തവക്കലായിട്ട് നടന്നാൽ നമ്മളെ മുമ്പിൽ ഒരു ശൈത്താനും ഉണ്ടാവില്ല, വരില്ല. നമുക്കൊരു മനസ്സ് ധൈര്യം വേണം. അതെ, ഇന്നാണോ നിങ്ങൾ ഇവിടത്തേക്ക് എത്തിയത്? ഇന്ന് ഞാന് സിനാസിലായിരുന്നു. ഫസ്റ്റ് നിങ്ങൾ മസ്കറ്റിലേക്കാണ് വന്നത്? ഏപ്രിൽ 5-ാം തീയതി. ഏപ്രിൽ ഈ മാസം ഏപ്രിൽ 5-ാം തീയതി വന്നു. മസ്കറ്റിൽ ഇറങ്ങി. ഏപ്രിൽ അല്ല, ഫെബ്രുവരി 5-ാം തീയതി മസ്കത്തിൽ ഇറങ്ങിയ നേരെ അൽക്കാമില പോയത്. അൽക്കാമില് പിന്നെ ഞാൻ പോയത് ഈ ബേപ്പൂരുള്ളൊരു തങ്ങളുണ്ട്, കൊറിയർ സർവീസ് നടത്തുന്ന കാറില് സാധനങ്ങളൊക്കെ മസ്കത്തിന് ഓർഡറിൽ അവിടെ കൊണ്ടു കൊടുക്കുക. മുമ്പ് നാട്ടിൽ നിന്ന് പരിചയമുണ്ടോ? അതാണ് പണി. അപ്പൊ അവിടെ പോയി ഈ തങ്ങൾ ഉണ്ടായത് അവിടെ തസ്ലീം പറഞ്ഞ ആളാ, ആളെ വീട്ടിൽ എന്റെ പ്രായമുള്ളൂ. തസ്ലീം രണ്ടുപേർക്കും മുന്തിരിതിന്റെ ഒക്കെ കടയാണ്. അങ്ങനെ ആ തസ്ലീമും പിന്നെ അസ്രഫ് ഉണ്ട്, അവന് ഈ സ്പോർട്സിന്റെ കടയാണ്. രണ്ടാളും ഒറ്റ സുഹൃത്തുക്കളാ. അൽക്കാമില്. അതായത് സൂർ പോണ വഴി അൽക്കാമിൽ. രണ്ടാളും വലിയ സുഹൃത്തുക്കൾ. 6 വർഷം ഒന്നിച്ച് ജീവിക്കുന്ന റൂമില്. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റൊന്നുമില്ല. നല്ല മക്കളാ. ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ അസ്രഫിന്റെ വാപ്പ സുഖമില്ലാതെ കിടപ്പിലാണ് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് പോയി, തലശ്ശേരി പോയി. ബസാർ എന്ന സ്ഥലത്ത് ഇവരെ നാട്ടിൽ പരിചയമുണ്ട്. അങ്ങനെ തലശ്ശേരിക്കും അപ്പടൊക്കെ ആയിട്ട് പോയി. അങ്ങനെ എന്തായി, പിന്നെ ഞാൻ അവിടെ പോയി അവർ കണ്ട് എപ്പോഴും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യും. ഇന്നോട് ദ്വാ കൊണ്ട് വസിയത്ത് ആരൊക്കെ ചെയ്തിട്ടുള്ളത് ദ്വാകൊണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നിസ്കാരത്തിന് ശേഷം ഞാൻ ദ്വാ ചെയ്യും. അല്ലാഹു ഖൈറാക്കി തെറ്റാ. അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങള്. നിങ്ങളെ പേര്?
സെയ്തലവി മമ്പറം തങ്ങളെ പേരാ, എന്റെ മമ്പറത്തോണ്ട് പേരിട്ടാ. അതെ മമ്പറം ആ. ഇവിടെ വരുമ്പോ അറബികളുടെ പേരെന്താന്ന് ചോദിക്കുക, ഞാൻ പറയാം സെയ്തലവിയാ, എനിക്ക് എവിടുന്ന ഈ പേര് കിട്ടി വെച്ചു. ഞാൻ പറഞ്ഞു ഈ പേര് യമൻ വന്നതാ, യമൻ. അതായത് മാലിക് ദിനാറും 12 ആൾക്കാരും വന്ന കൂട്ടത്തില് ഒരാളുടെ ആ ആളാണ് സെയ്തലവി മമ്പറം തങ്ങളുണ്ട്. അതിവിടെ തിരുവനങ്ങാടി മമ്പറം മറവിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഉമ്മ ഗർഭിണിയായിരിക്കുമ്പോ അന്ന് ഡോക്ടർമാർ സംശയം ഈ മാലിക്കിനാർ തങ്ങളുടെ കൂടെയാണോ ഈ സെയ്തലവി? അവരുടെ കൂട്ടത്തിൽ വന്നത്? അങ്ങനെ ആയി പെട്ടാണ് ഇത്. അങ്ങനെ സെയ്തലവി മമ്പറം തങ്ങള് മാലിക്കിനാരുടെ കൂട്ടത്തിൽ വന്നതാണോ? അല്ല, മാലിക് ദിനാറും 12 ആൾക്കാരും വന്ന കൂട്ടത്തിൽ ഈ പേരുണ്ട്. അങ്ങനെയാണ് ഈ മമ്പറം തങ്ങൾക്ക് പേര് കിട്ടിയത്. അങ്ങനെ ഇവര് ഉമ്മ എന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അന്ന് നേരത്തെ പറഞ്ഞു ഒരു കേടുപാടില്ല, പ്രസവിക്കട്ടെ, മമ്പറം കൊണ്ട പേര് കണ്ടത്. അങ്ങനെ ആ കോട്ടക്കല് പിന്നെ ആ പ്രദേശങ്ങളിലൊക്കെ വടമാറും സെയ്തലവിയുള്ള പേരുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ കൊണ്ട് പേരിട്ടാ, അങ്ങനെയാണ് സെയ്തലവിയുള്ള പേര്. നല്ല പേരാണ്, നല്ല പേരാണ്. അത് ബഹ്റൈനിൽ ചെന്നിട്ട് അവിടുത്തെ പെണ്ണുകളും ചോദിക്കും എവിടുന്ന് എനിക്ക് ഈ പേരിട്ടിന്ന്. ഇവിടെ ഇപ്പൊ അടുത്ത് സിനാസിന്ന് രാത്രി ഇങ്ങനെ വണ്ടി നടന്നു സൈഡിൽ കൂടെ നടന്നു പോവാ. അപ്പൊ വണ്ടി വന്നിട്ട് ഓൺ അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അപ്പുറത്ത് കട ഉണ്ട്, ആ കടക്കാരനാണ് വിളിക്കുന്നത് വെച്ചു. പിന്നെയും ഓൺ അടിച്ചു. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ പോലീസ് വണ്ടിയാ. അപ്പൊ എന്നെ അവിടെ വെച്ച് ചെക്ക് ചെയ്തു, ഇതൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞു ജിയാറാണ്, പിന്നെ വത്താക്കല്ല. എന്താ പേര് വെച്ചു? സെയ്തലവിയാണ്. ഇത് സയ്യിദ്. ഞാൻ ശരിക്കോ. അങ്ങനെ എവിടെയോ ഒരു കുരുത്തൻ നമുക്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ തങ്ങളുടെ കുടുംബമൊന്നുമല്ലല്ലോ? അല്ലല്ല, തങ്ങളുടെ കുടുംബമല്ല. നമ്മള് അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് സാധാരണ ഇതാണ്. പിന്നെ അപ്പൊ നിങ്ങളുടെ വീട്ടില് ഈ നിങ്ങളുടെ പേര് സെയ്തലവി, മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്? മലപ്പുറം ജില്ലയിൽ. അപ്പോ നിങ്ങൾ ഈ കസബിലേക്ക് ഇങ്ങനെ വന്നതാണ്, ഒരു വിസിറ്റില് ഇങ്ങനെ ആയിട്ട് വന്നതാണ്. അപ്പൊ ഈ വീട്ടില് വാപ്പാക്കും ഉമ്മാക്കും എത്ര മക്കളാണ്? ഞങ്ങൾ 6 മക്കള്, 3 പെണ്ണും 3 ആണും. എല്ലാവരും? അതിന് ഏറ്റവും താഴെയുള്ള ഞാന്, ഏറ്റവും ചെറുത്. എന്റെ ഒരു ജ്യേഷ്ഠൻ മരിച്ചു, ഒരു വലിയ പെങ്ങളും മരിച്ചു, ഒരു ജ്യേഷ്ഠൻ മരിച്ചു. ഇപ്പൊ 4 പേരുണ്ട്. 4 പേര്. പാപ്പ ഉമ്മക്ക് ഉമ്മൊക്കെ മരിച്ചു. എല്ലാം മരിച്ചു. പാപ്പ മരിച്ചു, ഉമ്മയും മരിച്ചു. പാപ്പാന്റെ പേര് മൊയ്തീൻ എന്നായിരുന്നു, ഉമ്മാന്റെ പേര് ഫാത്തിമ എന്നായിരുന്നു. നിങ്ങള് ഈ ടോട്ടല് നിങ്ങള് ഈ പ്രവാസ ജീവിതം എത്ര വർഷത്തെ? 18 വർഷം ഉണ്ടാവും. 18 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഈ മക്കള് ഭാര്യയുണ്ട്. ഇപ്പൊ ഭാര്യയും എന്റെ മൂത്ത മകളെ ഒരു മോളും കൂടിയാണ് എന്റെ വീട്ടിലുള്ള. 3 മക്കളല്ലേ? 3 പെൺകുട്ടികൾ. 3 പെൺകുട്ടികൾ. 3 പെൺകുട്ടികൾ കല്യാണം കഴിച്ച് അവര് സുഖമായിട്ട് ജീവിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. ഇന്നലെ 3 ആളും വന്നിരുന്നു, നോമ്പ് നേറോ കഴിഞ്ഞു പോയി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയാം. അന്നത്തെ 83 കാലഘട്ടത്തിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെയാണ് നമ്മളെ നാട്ടിൽ. എന്തിനാണ് 83 കാലഘട്ടങ്ങളിൽ എന്തിനാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയത്? ഫ്ലൈറ്റ് ആണോ അല്ല കപ്പലാണോ? ഞാന് ഫ്ലൈറ്റിൽ കയറിയത് മറ്റേത് ഗൾഫ് എയറിൽ. 2900 രൂപയാണ് അന്നത്തെ ഗൾഫ് എയറിന്റെ ചാർജ്, ടിക്കറ്റ്. ബോംബെന്ന് ദുബൈക്ക്. അന്ന് ഇന്നത്തെ മാതിരിയുള്ള പ്ലെയിൻ നല്ല ഭക്ഷണവും കാര്യം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ. പക്ഷെ നാട്ടിൽ നിന്ന് ബോംബെയിൽ ഒന്ന് കിടക്കണം. അന്ന് ഈ സെഫിയ ട്രാവൽസ് ഞങ്ങൾ വന്നത് ഹാദ്രാജിലവിടെ. അവിടെ വന്ന് ചിലപ്പോ 5 ദിവസം 3 ദിവസം ഒക്കെ നോക്കുമ്പോഴേ അക്ബർ ട്രാവൽസ് ഉണ്ടായിരുന്നോ? ഇല്ല. അക്ബർ ട്രാവൽസ് പിന്നൊക്കെ വന്നത് കുറെ കഴിഞ്ഞ ദിവസം. കൂടുതലും സെഫിയ ട്രാവൽസാ. അത് മലപ്പുറക്കാരതാണോ? തിരൂര് ഹാദ്രാജിന്റെ ആണ്. അവർക്ക് ഒരുപാട് ട്രാവൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും വരില്ല ആ ട്രാവൽസിൽ, കാരണം വിശ്വാസപ്പെട്ട ട്രാവൽസാ. പൈസയും കാര്യം കൊടുത്താല് ഇതാക്കൂല, ഷുൽക്കാക്കൂല, അങ്ങനത്തെ ഒരു ട്രാവൽസാണ് ഹാദ്രാജ്. ഇപ്പൊ ഹാദ്രാജ് ഉണ്ടാ എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ്. അന്നൊക്കെ ബോംബെ കൂടെ ഒക്കെ വരാനൊക്കെ കഷ്ടവും ബുദ്ധിമുട്ടും, ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ഇവിടുത്തെ പ്രവാസ ജീവിതമൊക്കെ വിട്ടിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഈ ഷുഗറും കാര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇതായി പോണേ. നല്ല ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഈ ചപ്പാത്തി അങ്ങനെ ഇതൊക്കെ കഴിക്കുള്ളൂ. രാവിലെ 2 നേരം ഇൻസുലിൻ ആയിരുന്നു. ഇൻസുലിൻ ചെയ്തിട്ടുണ്ട് കാലിനതാണ് ഈ അടയാളൊക്കെ. അത് പിന്നെ ഇപ്പൊ ഗുളികയാണ്. ഇവിടെ വന്നപ്പോ ഗുളികയായിട്ട് വന്ന. കാരണം ഇവിടെ എയർപോർട്ടില് സിലിഞ്ചൊക്കെ കണ്ടാല് ബുദ്ധിമുട്ടല്ലേ, തീർച്ചയായിട്ടും ഇങ്ങനെ വന്നാണ്. എനിക്ക് അത് ടെൻഷനും ഇല്ല. നമ്മള് ഒരു ദിവസം കിട്ടിയാൽ അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. കാരണം നമുക്കൊക്കെ 10-60 വയസ്സോളം കിട്ടി. മക്കൾക്ക് പേരമക്കള്, മൂത്ത കുട്ടിക്ക് 4 പെൺകുട്ടികളും 1 ആൺകുട്ടി പ്രായമുണ്ട്. രണ്ടാമത്തെ മോക്ക്
ഒരു പെൺകുട്ടി അതിന് താഴെ ഒരു ആൺകുട്ടി. മൂന്നാമത്തെ മോക്ക് ഒരു ആൺകുട്ടി അപ്പൊ പ്രസവിച്ചിട്ടുള്ളൂ. അതെ. അപ്പൊ ഈ മൂത്ത കുട്ടിന്റെ ഈ പെൺകുട്ടിന്റെ മക്കൾക്ക് മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി? 13 വയസ്സ്. 13 മൂത്ത കുട്ടി. 13 അതിന് താഴെ 10 പിന്നെ 8 അങ്ങനെ കുട്ടികളാണ്. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ സ്കൂളിൽ പോയി മദ്രസയിലും പഠിച്ചിരുന്ന കാലത്തെ പിന്നെ ഒരു സ്കൂളിൽ പോകാൻ നല്ലൊരു ഡ്രസ്സില്ല, കീറിയ ഇതൊക്കെ എടുത്തിട്ടാ പോകാം. ഒരു പെരുന്നാളിനൊരു ഇത് കിട്ടി. അന്ന് ഞങ്ങള് സ്കൂളിട്ട് വരുമ്പോ നല്ല ചൂടുള്ള അരിയും ഗോതമ്പും കൂടി ഇട്ട് വെക്കും. അതിക്ക് കൂട്ടാനെന്താ നല്ല കാന്താരി പച്ചമുളക്, ചൂടുള്ള കഞ്ഞി ആവി ഇങ്ങനെ പോകുന്നുണ്ടാവും. അതെടുത്ത് കുടിക്കുക. എന്നിട്ട് ഞങ്ങൾ വിശന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ സ്കൂളിൽ പോണ വഴിക്ക് പൂള കപ്പ, അങ്ങനെ സ്കൂളിൽ പോണ വഴിക്ക് വല്ല മണ്ണ് മാന്തിയിട്ട് കപ്പ എടുത്തുകാണ്ട് വിശപ്പ് തീർക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ച ആൾക്കാർക്ക് ഇന്നും ബോധമുണ്ട്, ആ കുടുംബത്തിനുള്ള സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും. അല്ലാതെ ഇപ്പോ നമ്മളിപ്പോ ഗൾഫിലൊക്കെ വന്നതിന് ശേഷം പൈസയും കാര്യമായി ഇവിടെ അയച്ചു കൊടുക്കുമ്പോ ആ മക്കൾക്ക് സ്നേഹവും ഇല്ല, ഒന്നുമില്ല. റിട്ടയർഡ് ആയ ആളാണ്. ഈ പ്രവാസ ജീവിതത്തിലെ ഈ വിഷമങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? പ്രവാസ ജീവിതത്തിൽ ഇപ്പോ ഇവിടെ കുടുംബത്തിനൊക്കെ വിട്ടിട്ട് വന്ന് നമ്മളിവിടെ ജീവിക്കുമ്പോഴൊക്കെ അവരെ വിഷമങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴത്തെ ആണെങ്കിലും പണ്ടത്തെ ആണെങ്കിലും വിഷമങ്ങള് വീട്ടുകാർ അറിയുന്നുണ്ടോ ഇതൊക്കെ? ഇല്ല, ഒരിക്കലും ഇല്ല. വീട്ടുകാർ മനസ്സിലാവും. നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രവാസം നമ്മൾ അവരെ അറിയിക്കുന്നില്ല. ഇവിടുത്തെ വിഷമങ്ങളും ബുദ്ധിമുട്ടും അവരെ അറിയിക്കണില്ല. അവർക്ക് നമ്മൾ മാസം തയ്യുമ്പോ ശമ്പളം കിട്ടുന്ന പണിയെടുക്കും. അത് ശമ്പളം കിട്ടാനായിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ട് അയച്ചു കൊടുക്കണ്, എന്റെ ശമ്പളം കിട്ടുമ്പോൾ തരുന്നു. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടൊന്നും അറിയില്ലല്ലോ, എന്താണ് ഇവിടുത്തെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഫാമിലി ഇവിടെ വന്ന് നിൽക്കുന്നവർക്ക് ചിലർക്ക് അറിയാം. അറിയാത്ത ആൾക്കാരുണ്ട്. ചില ആൾ 3 വർഷം, ചില ആൾക്കാർക്ക് വീട്ടില് കടം, വീട്ടില് ലോണ്, ഈ പിന്നെ ഒരുപാട് ആൾക്കാരോട് കടം വാങ്ങിയിട്ടുണ്ടാവും. നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും, പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഒരുപാട് പൈസന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ പ്രവാസ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന വീട്ടുകാരും ഉമ്മാനും ഉപ്പാനും ഭാര്യനെയും മക്കളെയും ഒന്നും കാണാതെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ആ വിഷമം നമ്മുടെ വീട്ടുകാർ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഞാനൊക്കെ പിന്നെ അതായത് 83 എന്റെ ഉമ്മ എന്റെ ഉപ്പ അതുപോലത്തെ ആൾക്കാര് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച ആൾക്കാരാണ്. അനുഭവിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ അനുഭവം മനസ്സിലാവും. ആ അനുഭവം സഹോദരിമാരുണ്ടാവും, സഹോദരന്മാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് വളരെ കുറവായിരിക്കും. ഇല്ല, അടിച്ചാക്ഷേപിക്കാനും പറ്റില്ല. എങ്കിലും ഈ വളരെ ഇപ്പൊ 100% നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 10% ആൾക്കാർക്ക് ഉണ്ടാവും, 90% ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്നാണ്. കാരണം അവർ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അറിഞ്ഞിട്ടില്ല. അതെ, പ്രയാസങ്ങൾ അറിഞ്ഞിട്ടില്ല, അതാണ് കഷ്ടപ്പാടുകൾ എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അന്നത്തെ കാലം എന്താ പറഞ്ഞാല് ഒരു അൽമണി പാത്രം ഉണ്ടാവും. ആ അൽമണി പാത്രത്തില് ആ പാത്രം നിറച്ച് കട്ടൻ ചായ, എന്നിട്ട് ചിരട്ടന്റെ കയ്യിലുണ്ട്. അത് പെങ്ങന്മാരും ആങ്ങളാരും എല്ലാം കൂടെ നിന്നുകൊണ്ട് ആ ഒരു ചായ കോരി കുടിക്കല് ഒരു പാത്രത്തിന്. അതുപോലെ തന്നെ കഞ്ഞിയും, ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാവില്ല, കഞ്ഞി. ആ കഞ്ഞി അതുപോലെ കൂട്ടാനുള്ള ചമ്മന്തി. ഇപ്പൊ ഓരോരാൾക്ക് ഒരു പ്ലേറ്റ്, ഒരാൾക്ക് ഒരു ടേബിള്, ഒരാൾക്ക് ഇങ്ങനെ ഒരു ഒത്തൊരുമയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ്. ഇപ്പൊ ഈ കൂട്ടുകുടുംബം ഈ ഫോണ് വന്നതോടെ അല്ലേ, നിങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കണം, മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാണ്. നിങ്ങൾ അടുത്തുകൂടെ പിന്നെ ഒരു കള്ളനോ മറ്റുള്ളവരെ വന്ന് പാസ് ചെയ്ത് പോയാൽ അറിയില്ല. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഫോണ് ആവശ്യമാണ്, പക്ഷെ ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷെ അത് ഇബിലീഷുമാണ്. അതെ, തീർച്ചയായിട്ടും മനുഷ്യരെ വഴി തെറ്റിക്കാനുള്ള അല്ലാതും. എത്ര നേരം വൈകിട്ടാണ് ഓരോരുത്തരൊക്കെ ഉറങ്ങുന്നത്. നിങ്ങൾ ബസ് കയറി വെക്കും നാട്ടിൽ പോകുമ്പോ, ഇത് കയറി അപ്പൊ 2 ചവിട്ട് തിരികെ വെച്ച് ഇതായി. അതുപോലെ തന്നെ മക്കൾക്ക് അത് ഈ കഷ്ടപ്പാട് എന്തെന്ന് ശരിക്കും അവർക്ക് അറിയുന്നില്ല, വളരെ കുറവാണ്. അതാണ്, അത് മനസ്സിലാക്കാനുള്ള ഇതില്ല. അപ്പോ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രവാസ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ. നിങ്ങള് പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവം ചിലപ്പോ ഇപ്പോഴത്തെ പ്രവാസികൾക്ക്, അതായത് ഞാനടക്കം വരുന്ന പ്രവാസികൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഇപ്പോഴത്തെ ഡ്യൂട്ടി കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങള് ഈ അതേ ഡ്യൂട്ടി തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ പ്രവാസികളും ജോലി ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾ പണ്ട് 14 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ 16 ആയിട്ട് കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ നിങ്ങൾ പണ്ട് 16 ആണെങ്കിലും ഇന്നും 16 മണിക്കൂർ ഇന്നും എടുക്കണം. ഇപ്പോഴത്തെ പ്രവാസികളാണെങ്കിലും
അതേ ഡ്യൂട്ടി അങ്ങനെയാണ്. ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്ക് ആണെങ്കിലും, വേറെ കമ്പനി വർക്ക് ആണെങ്കിലും, വേറെ ഹോട്ടൽ വർക്ക് ആണെങ്കിലും, വേറെ ഇങ്ങനെ കഫ്റ്റീരിയ മറ്റേ അതുപോലെ തന്നെ വെക്കാറ് ഏത് ജോലിയാണെങ്കിലും അതേ പണ്ടത്തെ അതേപോലെയാണ് ജോലി. കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആയെന്ന് മാത്രം. ജോലി എടുക്കുന്ന കഷ്ടപ്പാട് ഇതെല്ലാം പണ്ടത്തെ അതേ കഷ്ടപ്പാട് ഇപ്പോഴും ഉണ്ട്. എങ്കിലും പണ്ട് എന്ന് വെച്ചാല് കൂടുതലും ഇപ്പോ ഹിന്ദി അറിയാത്ത ആൾക്കാരാണ് ഇവിടെ, അല്ലെങ്കിൽ മലയാളം അറിയാത്ത ആൾക്കാർ അറബി മാത്രം ഉപയോഗിച്ചുകൊണ്ടായ കാലഘട്ടങ്ങളായിരുന്നു നിങ്ങളുണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പല നമ്മുടെ നാട്ടിലെ ഭാഷകളുണ്ടാവും, മലയാളം ഉണ്ടാവും, തമിഴ് ഉണ്ടാവും, അതുപോലെ തന്നെ ബംഗാളി, ഹിന്ദി, എല്ലാ രീതിയിലുള്ള ആൾക്കാർ ഇപ്പൊ ഉണ്ടാവും. പണ്ട് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഈ മലയാളികളാണ്. മലയാളികൾ മാത്രമുണ്ട്. അപ്പൊ അവർക്ക് അവിടുത്തെ അറബികൾക്ക് അറബി മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അറബികൾക്ക് ഹിന്ദി അത്യാവശ്യമൊക്കെ അറിയാം, പറഞ്ഞാൽ മനസ്സിലാവും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അറിയും, അത്യാവശ്യം അറിയുന്നതൊക്കെ. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല, നോളജ് ആയിട്ട് വളരെ ഇതായിരുന്നു. പണ്ട് കാലങ്ങളെ മലയാളികൾക്ക് ഹിന്ദി അറിയില്ല. അറിയാം ആർക്ക്? ബോംബെയിൽ പോയി കച്ചവടം ചെയ്യുക, ബോംബെയിൽ പോയി ജോലി ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹിന്ദി അറിയാം. ഇന്നിപ്പോ ഒരു ആൾക്കാർക്കൊക്കെ എന്തറിയോ, ഈ ദുബൈയിൽ വന്നതിന് ശേഷം പാകിസ്ഥാനികളാണല്ലോ, പാകിസ്ഥാനികളെ കൂടെ നിന്നിട്ടാണ് ഈ ഹിന്ദി കൂടുതൽ പഠിച്ചത്. നേരെ മറിച്ച് പാകിസ്ഥാനികളെ കൂടെ പോയി ഞങ്ങൾ ഹിന്ദി പറഞ്ഞതും ബോംബെയിൽ പോയിട്ട് ഒരു കുട്ടിയെ സംസാരിച്ചു നോക്കി, എന്താ അറിയില്ല. ഒരു കുട്ടി സംസാരിക്കണം ആപ്പ് എന്നേ പറയുള്ളൂ, താങ്കൾ. ഈ ഇവിടെ നമ്മള് ഈ പാകിസ്ഥാനിയും മറ്റൊക്കെ തും കിതർ ജാരേ, നീ എവിടെ പോവാണ്, അങ്ങനത്തെ വാക്കാ. നേരെ മറിച്ച് ഒരു കുട്ടി ചോദിക്കണം ബോംബെന്ന്, കുട്ടി കഹാൻ ജാരേ, എത്ര സൗമ്യമായുള്ള വാക്കാണ് അറിയാം. നമ്മുടെ ചാനലായിട്ടും നമ്മുടെ ഇതുവരെ ഇത്ര ഈ 3/4 മണിക്കൂറോളം നമ്മുടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരുപാട് പറയാനും ഒക്കെ ഉണ്ട്. കൂടെ നിങ്ങൾ ചെറുപ്പക്കാരാ, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് നാളെ മറ്റന്നായിട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ യാ റബ്ബൽ ആലമീൻ.